ഇന്ന് നമുക്കൊരു ആലിയോ ഒലിയോ സ്പെഗറ്റി പാസ്ത ഉണ്ടാക്കിയാലോ. ഞാൻ കുറച്ച് വീഡിയോസൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സിമ്പിളാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. ഇന്ന് ഞാനിവിടെ പ്രോൺസ് കൊണ്ട് ഉണ്ടാക്കുന്നത്, അതായത് സീ ഫുഡ് ആലിയോ ഒലിയോ പാസ്ത. നിങ്ങൾക്ക് വേണമെങ്കിൽ മഷ്റൂം ഇട്ട് ഉണ്ടാക്കാം, ഓർ ചിക്കൻ ഇട്ട് ഉണ്ടാക്കാം. എനിക്ക് തോന്നുന്നു പ്രോൺസ് ആയിരിക്കും ബെറ്റർ എന്ന്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കാണാം. ആലിയോ ഒലിയോ എന്നാണല്ലോ, അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഒലിവ് ഓയിലാണ്. പിന്നെ വേറൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഗാർലിക്. ഇത് ഞാൻ കുനുകുനാന്ന് അരിഞ്ഞു വെച്ചതാണ്. സ്പെഗറ്റി ആൻഡ് പ്രോൺസ്, ഇതിൽ ഞാൻ കുരുമുളക്, ഉപ്പ്, കുറച്ച് ലെമൺ ജ്യൂസ് ആൻഡ് പാപ്രിക്ക പൗഡറാണ് ഇട്ടത്. പാപ്രിക്ക പൗഡർ ഞാൻ പിന്നെ ഒരു ഗുമ്മിന് ഇട്ടതാണ്. ഞാനിവിടെ സ്പെഗറ്റിക്കുള്ള വെള്ളം ബോയിൽ ചെയ്യാൻ വെച്ചു. അതിലോട്ട് കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് എങ്ങനത്തെ ഫുഡ് ഐറ്റംസ് ആണ് കൂടുതൽ ഇഷ്ടം? കേരള ഫുഡ് അല്ല, ബിക്കോസ് ഇറ്റ്സ് ഓൾവേസ് ക്ലോസ് ടു അവർ ഹാർട്ട് അല്ലേ. അല്ലാണ്ട് ചൈനീസ് ആണോ, ഇറ്റാലിയൻ ആണോ, അറബിക് ആണോ, ഏതാന്ന് പ്ലീസ് കമൻറ്റ് ബിലോ. വെള്ളം നന്നായി ചൂടായി നമുക്ക് സ്പെഗറ്റി ഇട്ട് കൊടുക്കാം. ഇതിന് മൊത്തം എടുക്കുന്നില്ല, ബിക്കോസ് ഞാൻ 2 പേർക്കുള്ളത് ഉണ്ടാക്കുന്നത്. സ്പെഗറ്റി ഒക്കെ ആദ്യമായിട്ടാണ് കുക്ക് ചെയ്യുന്നത്, എങ്ങനെ വരും ഒരു ഐഡിയ ഇല്ല. ഇത്ര എടുക്കാം. ഞാനിപ്പോൾ വീഡിയോസിലൊക്കെ കണ്ടത് ഇതിങ്ങനെ വച്ചു കൊടുത്താൽ മതി എന്നാണ്. പിന്നെ ഇതൊന്ന് സോഫ്റ്റ് ആകുമ്പോൾ ബാക്കിയും കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കാമെന്നാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് കംസ് ഔട്ട്. നോക്കാം. അങ്ങനെ സക്സസ്ഫുള്ളി ഞാൻ ഇതിലോട്ട് ഇട്ടിട്ടുണ്ട്. അയ്യോ, ഇതായിരുന്നു എനിക്ക് തോന്നിയ ഏറ്റവും വലിയൊരു ടാസ്ക്. പക്ഷെ സിമ്പിളാട്ടോ. ഇനി അതൊന്ന് കുക്കാവട്ടെ, എന്നിട്ട് നമുക്കിത് ട്രെയിൻ ചെയ്യാം. ഈ ആലിയോ ഒലിയോ എന്താന്ന് എനിക്കിപ്പോൾ അച്ഛൻ പറഞ്ഞു തന്നു. എന്താ ആലിയോ ഒലിയോ? മെയിൻലി അതിന്റെ 2 ഇൻഗ്രീഡിയൻസ് ആണുള്ളത്, ഓയിൽ ആൻഡ് ഗാർലിക്. ആലിയോ എന്ന് വെച്ചാൽ ഗാർലിക് ആണ്, ഒലിയോ എന്ന് വെച്ചാൽ ഓയിൽ. സോ ഗാർലിക് ആൻഡ് ഓയിൽ ആണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. ഗൂഗിൾ സെർച്ച് ആണ്, ഗൂഗിൾ സെർച്ച്. ബട്ട് സ്റ്റിൽ ആലിയോ വെച്ചാൽ ഗാർലിക്, ഒലിയോ എന്ന് വെച്ചാൽ ഓയിൽ. അപ്പോൾ ഒലിവ് ഓയിൽ അല്ലേ? ഇങ്ങനൊരു സാധനം ഇവിടെ ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. പാസ്ത നന്നായി കുക്കായി നമുക്കിത് ഡ്രെയിൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്കി പ്രിപ്പറേഷൻസ് തുടങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് ഒലിവ് ഓയിൽ അത്യാവശ്യം ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് പ്രോൺസ് റോസ്റ്റ് ചെയ്യാനാണ്, മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. ഇത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഒത്തിരി ഡ്രൈ ആക്കണ്ടാവില്ല. നമ്മുടെ പ്രോൺസ് നന്നായി കുക്കായിട്ടുണ്ട്. നമുക്കിതിലോട്ട് എടുത്ത് മാറ്റാം. കുറച്ച് ഒലിവ് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച ഗാർലിക് ഇല്ലേ, അതിട്ട് കൊടുക്കുക. സ്പെഗറ്റി കുക്ക് ചെയ്ത സ്റ്റോക്കാണ്, അതും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതി കേട്ടോ. ഞാൻ പാഴ്സ്ലി കാണിക്കാൻ നേരത്തെ മറന്നുപോയി. ഇത് ഡ്രൈ പാഴ്സ്ലി ആണ്, മറ്റേ ഫ്രഷ് പാഴ്സ്ലി കിട്ടിയില്ല. അപ്പോൾ നമുക്ക് ഡ്രൈ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ പിന്നെ ചില്ലി ഫ്ലേക്സ് തീർന്നിരിക്കുക. അപ്പോൾ ഞാനിവിടെ പാപ്രിക്ക പൗഡർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. കുറച്ചിട്ടാൽ മതി. ഓക്കെ, നമ്മൾ ഓൾറെഡി സ്റ്റോക്കിൽ കുറച്ച് ഉപ്പുണ്ട്, അപ്പോൾ ഇച്ചിരി സോൾട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലോട്ട് പ്രോൺസ് ഇട്ട് കൊടുക്കാം. ഇത് അധികം നേരം കുക്കാവേണ്ട കാര്യത്തിൽ ജസ്റ്റ് ഒന്നിട്ടിട്ടൊന്ന് സോട്ട് ചെയ്താൽ മതി. ഇതിലോട്ട് നമ്മുടെ പാസ്ത കുട്ടനെ ഇട്ട് കൊടുക്കാം. ഞാൻ കുക്ക് ചെയ്ത ഫുൾ പാസ്ത ഇട്ട് കൊടുത്തില്ല, കാരണം ഗ്രേവി കുറവാണോ എന്നൊരു ഡൗട്ട് വന്നു. അപ്പോൾ ആവശ്യത്തിന് പാസ്ത എടുത്തേ. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം, കാരണം ഗ്രേവിയൊക്കെ അടിയിലാണ്, ഈ പ്രോൺസ് ഒക്കെ അടി കിടക്കുന്നതുകൊണ്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം, എന്നിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, ഭയങ്കര സിമ്പിൾ റെസിപ്പിയാണ്. നമുക്ക് ടേസ്റ്റും കൂടി ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. അങ്ങനെ നമ്മുടെ ആലിയോ ഒലിയോ റെഡി. നല്ലാണോ? ശരിക്കും സക്സസ് ആണോ?